പ്രധാനമന്ത്രിയുടെ തൃശ്ശൂർ സന്ദർശനം പ്രഹസനവും നിരാശാജനകവുമാണെന്ന് അറിയിക്കട്ടെ. പ്രധാനമന്ത്രി തൃശ്ശൂർ വരും എന്ന പ്രതീക്ഷയിൽ തൃശ്ശൂർ പൂരത്തിന് 5 കോടി രൂപയുടെ ഗ്രാൻഡ് ആവശ്യപ്പെട്ടിരുന്നു. ഈ സംബന്ധിച്ച് പ്രധാനമന്ത്രിക്കും കേന്ദ്ര സാംസ്കാരിക വകുപ്പ് മന്ത്രിക്കും രേഖാമൂലം കത്ത് നൽകിയിരുന്നു. കൊച്ചിൻ ദേവസ്വം ബോർഡ് പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾക്ക് 2 കോടി വീതവും കൊച്ചിൻ ദേവസ്വം ബോർഡിന് 1 കോടിയും ഉൾപ്പെടെ 5 കോടി രൂപയുടെ ഗ്രാൻഡാണ് തൃശ്ശൂർ പൂരത്തിന് വേണ്ടി ആവശ്യപ്പെട്ടത്. ഒപ്പം വടക്കുനാഥ ക്ഷേത്രത്തിൻ്റെയും തേക്കിൻകാട് മൈതാനത്തിൻ്റെയും നവീകരണത്തിന് വേണ്ടി 50 കോടി രൂപയുടെ സ്പെഷ്യൽ പദ്ധതിയും പ്രധാനമന്ത്രിയുടെയും സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെയും മുന്നിൽ പ്രോജക്റ്റ് സഹിതം സമർപ്പിക്കുകയുണ്ടായി. അതിൻ്റെ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പ്രസാദ് പദ്ധതി വടക്കുന്നാഥ ക്ഷേത്രം, കൂടൽമാണിക്യ ക്ഷേത്രം, തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം, ഈ 3 ക്ഷേത്രങ്ങളെ പ്രസാദ് പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ആവശ്യം പാർലമെൻറ്റിൽ സബ്മിഷനിലൂടെയും രേഖാമൂലവും നൽകിയിരുന്നു. ഇവിടെ എല്ലാത്തിൻ്റെയും പ്രഖ്യാപനം തൃശ്ശൂരിൽ ഉണ്ടാകുമെന്നുള്ള തൃശ്ശൂർക്കാരുടെ പ്രതീക്ഷയ്ക്ക് നിരാശപ്പെടുത്തുന്ന രീതിയിലായിരുന്നു പ്രധാനമന്ത്രിയുടെ തൃശ്ശൂർ സന്ദർശനത്തിലെ പ്രസംഗങ്ങൾ. മാത്രമല്ല വിശ്വാസികളുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ നായക്കനാലിലെ ആൽമരത്തിൻ്റെ പ്രധാന ഭാഗങ്ങൾ കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെയോ ഒന്നും അനുമതിയില്ലാതെ മുറിച്ച് മാറ്റുന്ന സാഹചര്യമാണ് അതിന് പകരമുണ്ടായത്. അതുകൊണ്ട് തൃശ്ശൂരിനെ പരിപൂർണമായും തമസ്കരിച്ച ഒരു സന്ദർശനം കൂടിയായിരുന്നു പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിലെ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളും പ്രഖ്യാപനങ്ങളും. മോദി ഗ്യാരണ്ടി എന്ന സ്വന്തം പ്രൊമോഷൻ അവനവൻ തന്നെ അവനവൻ്റെ പേര് 18 തവണ ആവർത്തിച്ച് പറഞ്ഞ് സ്വന്തം പ്രൊമോഷൻ നടത്തുന്നതിന് വേണ്ടിയാണ് തൃശ്ശൂരിലെ സമ്മേളനം ഉപയോഗിച്ചത്. കൊട്ടിഘോഷിക്കപ്പെട്ട ജനസംഖ്യ എത്രയാണെന്നുള്ളത് തൃശ്ശൂരിലെ സെക്യൂരിറ്റിക്ക് വേണ്ടി ചേർന്ന യോഗത്തിന് മിനിറ്റ്സ് നോക്കിയാൽ മനസ്സിലാകും. 40,000 കസേര എന്നാണ് മീറ്റിങ്ങിൽ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. SPG ഉൾപ്പെടെയുള്ള കളക്ടറേറ്റിൽ ചേർന്ന മീറ്റിങ്ങിൽ 40,000 കസേര ഏൽപ്പിക്കുന്നു എന്നാണ് റിപ്പോർട്ടിൽ തന്നെയുള്ളത്. അവിടെ കസേര സപ്ലൈ ചെയ്ത ആളുകളോടും ബാരിക്കേഡ് കെട്ടിയ ആളുകളോടും ചോദിച്ചാൽ എത്ര കസേരയാണ് അവിടെ വിന്യസിച്ചത് എന്ന് മനസ്സിലാകും. അപ്പോഴാണ് അവിടെ വന്നിട്ടുള്ള കന്യാകുമാരി മുതൽ മംഗലാപുരം വരെയുള്ള പ്രദേശങ്ങളിൽ നിന്നായി തൃശ്ശൂരിലേക്ക് കൊണ്ടുവന്ന ആളുകൾ എത്രയുണ്ടായിരുന്നു എന്ന് ബോധ്യമാകുന്നത്. അതിനേക്കാളൊക്കെ ഉപരി തൃശ്ശൂർക്കാരെ അങ്ങേയറ്റം നിരാശപ്പെടുത്തിയ ഒന്നായിരുന്നു നരേന്ദ്രമോദിയുടെ തൃശ്ശൂർ സന്ദർശനത്തിലെ പ്രസംഗം എന്നതാണ് പ്രധാനപ്പെട്ട ഞങ്ങളുടെ പരാതി. കോൺഗ്രസ്സിന് അത്തരം സമരപരിപാടികളോട് യാതൊരു തരത്തിലുമുള്ള യോജിപ്പില്ല.